Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. So let's start today's class with a dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma rabbi zidni ilma rabbi zidni ilma. Okay? So today we are going to learn about electric current. What is electric current? Flow of charges. അല്ലേ? Electric current is the flow of electric charges. Electric current is the flow of electric charge. അല്ലേ? അപ്പം ഇലക്ട്രിക് കറണ്ടിന് ഐ വെച്ച് ഡിനോട്ട് ചെയ്യാം അല്ലേ? എത്രമാത്രം ചാർജ് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നുണ്ട് അതിനെയാണ് 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയർ. ഓക്കെ. ഹൗ മച്ച് amount ഓഫ് ചാർജ് is traveling in 1 second in a conductor, it is called as current. Okay, rate അല്ലേ, എത്രമാത്രം ചാർജ് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നുണ്ട് അതിനെയാണ് 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ 1 കൂളംബ് ഓഫ് ചാർജ് 1 സെക്കൻഡിലാണെങ്കിൽ 1 ആംപിയർ. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കൂളംബ് ഓഫ് ചാർജ് ഫ്ലോസ് ഇൻ 1 സെക്കൻഡ്. അപ്പം കറണ്ട് ഈസ് 1 ആംപിയർ. ആംപിയറിൻ്റെ വേറൊരു യൂണിറ്റ് എന്താണ്? കൂളംബ് പെർ സെക്കൻഡ് എന്നും വിളിക്കാം. ആംപിയറിൻ്റെ വേറൊരു യൂണിറ്റ് എന്താണ്? കൂളംബ് പെർ സെക്കൻഡ്. അപ്പം ഈ കറണ്ട് ഫ്ലോ, ചാർജിൻ്റെ ഫ്ലോ അപ്പം ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രമാത്രം ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട് അതാണ് കറണ്ട്. അപ്പോൾ നമുക്ക് ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ടെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഈസ് ഇഫ് 10 കൂളംബ് ഓഫ് ചാർജ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ഇൻ 5 സെക്കൻഡ്. എങ്ങനെ ചെയ്യും? ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഇത് 10 കൂളംബ് ഓഫ് ചാർജ് 5 സെക്കൻഡിലാണ് ഫ്ലോ ചെയ്യുന്നത്. ടൈം 5 സെക്കൻഡിലാണ്. 10 കൂളംബ് ഓഫ് ചാർജ് ഫ്ലോസ് ഇൻ 5 സെക്കൻഡ് എങ്കിൽ Q/T ചെയ്താൽ എന്ത് സംഭവിക്കും? 10 കൂളംബ് ബൈ 5 2 കൂളംബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ? അപ്പം ഈ 2 കൂളംബ് പെർ സെക്കൻഡിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്. കറണ്ട് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ ഇൻ എ സർക്യൂട്ട്. ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ്, ക്വാണ്ടിറ്റി ഓഫ് ചാർജ് that flows in a circuit. In 1 second. The quantity of charge that flows in a conductor in 1 second is called 1 ampere current. അപ്പോൾ ഈ കറണ്ടിൻ്റെ വാല്യൂ പലതിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒന്ന് ചാർജ്, ഒന്ന് ടൈം അല്ലേ? ഇപ്പോൾ യൂണിറ്റ് ഓഫ് കറണ്ട് നമ്മൾ പറഞ്ഞു ആംപിയർ. ഇനി ഈ പറഞ്ഞ കറണ്ടിനെ മെഷർ ചെയ്യുന്ന ഡിവൈസിൻ്റെ പേര് പഠിക്കണം. വാട്ട് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് കറണ്ട്? ammeter. Ammeter is the name of the device used for measuring current. ഇനി വോൾട്ട് മീറ്റർ പോലെ തന്നെ you have ammeter which can be connected to the circuit. It is your choice. If you want to connect in series, you can connect it series. If you want to connect in parallel, you can connect it. Think about it. Series വേണോ parallel വേണോ? എനിക്ക് കറണ്ട് പാസ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കാനുള്ളത്.
കറണ്ട് എപ്പോഴും കണ്ടക്ടറിൻ്റെ ത്രൂ അല്ലേ ഫ്ലോ ചെയ്യുന്നത്. കറണ്ടിന് അക്രോസ് ആണോ, കണ്ടക്ടറിന് അക്രോസ് ആണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നതല്ല. കറണ്ട് ഓൾവേസ് പാസസ് ത്രൂ ദ കണ്ടക്ടർ. അപ്പം ത്രൂ ദ കണ്ടക്ടർ ആകുമ്പോൾ ഞാൻ എവിടെ വെക്കണം അമ്മീറ്റർ വെക്കേണ്ടത് സീരീസ് ആയിട്ടാണ്. ഇപ്പോൾ കണ്ടക്ടറിൻ്റെ സീരീസായിട്ട് അമ്മീറ്റർ പ്ലേസ് ചെയ്താൽ മാത്രമേ കറണ്ട് മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു സെല്ലുണ്ട്, സെല്ലിൻ്റെ പോസിറ്റീവ് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലോട്ടും സെല്ലിന് നെഗറ്റീവ് അമ്മീറ്ററിൻ്റെ നെഗറ്റീവിലോട്ടും നമ്മൾ കൊടുത്തു. ഈ റെസിസ്റ്റൻസിന് പകരം ഒരു ബൾബ് കൊടുക്കാം. ഓക്കെ, അപ്പം അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ. എന്താണ് പ്രത്യേകത? ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. എന്താണ് കൊടുത്തേക്കുന്നത്, എന്തിൻ്റെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്, അതിന് സീരീസ് ആയിട്ട് നമ്മൾ മീറ്റർ വയ്ക്കും. വൈ? ബിക്കോസ് കറണ്ട് ഓൾവേസ് പാസസ് ത്രൂ ദ കണ്ടക്ടർ. പക്ഷേ വോൾട്ടേജോ, വോൾട്ടേജ് ഈസ് മെഷേർഡ് അക്രോസ് ദ കണ്ടക്ടർ. അപ്പോൾ ഒരു കണ്ടക്ടറിന് പാരലായിട്ട് വോൾട്ട് മീറ്റർ വയ്ക്കൂ, ഒരു കണ്ടക്ടറിന് സീരീസായിട്ട് അമ്മീറ്റർ വയ്ക്കൂ. ഇനി വാട്ട് വാസ് എ ചേഞ്ച് ഇൻ ദ അമ്മീറ്റർ റീഡിംഗ് വെൻ ദ നമ്പർ ഓഫ് സെൽസ് വാസ് ഇൻക്രീസ്ഡ്? അപ്പം 6.7 ഒരു സെല്ലുണ്ട് അല്ലേ. ഇനി ഈ സെല്ലിൽ ഒരു സെല്ലിന് പകരം വി യൂസ് ഗ്രേറ്റർ നമ്പർ ഓഫ് സെൽസ്. വാട്ട് ഹാപ്പൻസ്? നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ. ഒരു സെല്ലിന് പകരം വി യൂസ് 2, 3 or 4 സെൽസ്. ദ നമ്പർ ഓഫ് സെൽസ് ഈസ് ഇൻക്രീസ്ഡ്. നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്താൽ അത്രയും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ലേ, അത്രയും കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ലേ. സോ അമ്മീറ്റർ റീഡിംഗ് ഓൾസോ ഇൻക്രീസസ്. സോ വെൻ ദ അമ്മീറ്റർ റീഡിംഗ് number of cells is increased, ammeter reading increases. Intensity of light bulb also increases. ഇപ്പം number of cells ഞാൻ കൂട്ടി, number of cells ഞാൻ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? അമ്മീറ്ററിൻ്റെ റീഡിങ് കറണ്ട് ഇൻക്രീസ് ചെയ്തു. ഇൻറ്റൻസിറ്റി ഓഫ് ബൾബ്, ഇൻറ്റൻസിറ്റി ഓഫ് ഗ്ലോ ഓൾസോ ഇൻക്രീസസ് വെൻ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അല്ലേ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്തു. വെൻ നമ്പർ ഓഫ് സെൽസ് ഈസ് ഇൻക്രീസ്ഡ്, കറണ്ട് ഓൾസോ ഇൻക്രീസ്ഡ് ആൻഡ് ഓൾസോ intensity of the light glow also increased. How are the current and intensity of light related to each other? കറണ്ടും ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റും എങ്ങനെയാണ് റിലേറ്റഡ്? വെൻ കറണ്ട് ഇൻക്രീസസ്, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൾസോ ഇൻക്രീസസ്. ദാറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ both of these. Okay, ഇനി one question, what will be the current in the circuit if 2 coulomb charge flows through a conductor in 10 seconds? ചെയ്തേ. What will be the current in the circuit? What will be the current in the circuit? I കണ്ടുപിടിക്കണം, കറണ്ട് കണ്ടുപിടിക്കണം. If 2 coulomb charge, Q 2 coulomb ആണ്, flows through the conductor in 10 seconds. Time 10 seconds ആണ്. So we know that I is equal to Q by T, 2 by 10. എത്ര വരും? 0.2 വരത്തില്ലേ? 0.2 ആംപിയർ. കൂളംബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആംപിയർ. അപ്പം ആംപിയറിന് തുല്യമായിട്ടുള്ള യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കൂളംബ് പെർ സെക്കൻഡ് എന്ന് എഴുതണം. ഓക്കെ, അതെങ്ങനെ മനസ്സിലാവും? ആംപിയർ കറണ്ടാണ്. കറണ്ടിൻ്റെ ക്യൂ ബൈ ടി ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ കൂളംബാണ്, ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡാണ്. അപ്പോൾ കൂളംബ് പെർ സെക്കൻഡാണ്. അപ്പം ആംപിയറും കൂളംബ് പെർ സെക്കൻഡും ഒരേ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ ആംപിയർ SI ആണെന്നേ ഉള്ളൂ. അപ്പോൾ I കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം അറിയാമല്ലോ. ക്യൂ ബൈ ടി വെച്ച് കറണ്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം there must be a potential difference across the circuit for the current to flow, അല്ലേ? അപ്പോൾ there must be a potential difference maintenance. അതങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലേ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട്?
ഇതുവരെയ്ക്കും നമ്മൾ പറഞ്ഞത് ചാർജും കറണ്ടും തമ്മിലുള്ള ഒരു റിലേഷനാണ് അല്ലേ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള റിലേഷനാണ് വെരി ഇമ്പോർട്ടൻറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള ഹെഡിങ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ് ഓംസ് ലോ. അതെന്താണെന്ന് നമ്മൾക്ക് പഠിക്കാം. ആദ്യം നമ്മളുടെ സർക്യൂട്ട് ഡയഗ്രാം നോക്കുക. ഒരു സർക്യൂട്ട് ഡയഗ്രാം നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടില്ലേ? ഒരു വയറുണ്ട്, റെസിസ്റ്റൻസ് R, അക്രോസ് വോൾട്ടേജ് V, വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ നമ്മളൊരു കറണ്ട് മെഷർ ചെയ്യാനുള്ള അമ്മീറ്റർ സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. സെല്ല് വേണം, സോഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ഈ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെയാണുള്ളത്? ഒരു വയർ, നിക്രോം വയർ, നിക്രോമിൻ്റെ മെറ്റീരിയലിലുള്ള ഒരു വയർ എടുത്തു. A cell is placed, the switch is placed, ammeter and voltmeter. ഓക്കെ, അപ്പം സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഇവിടെ കാണിക്കും, ഒരു പെർട്ടിക്കുലർ കറണ്ട് ഇവിടെ കാണിക്കും അല്ലേ. ഇനി ഞാൻ ഈ സെല്ലിൻ്റെ ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ കൂട്ടുകയാണെങ്കിൽ, ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ സെല്ലിലെ വോൾട്ടേജ് മാറ്റുന്നു, കൂട്ടുന്നു. ഓക്കെ, ഇഫ് ഐ ഇൻക്രീസ് ദ സെൽ വോൾട്ടേജ്, വാട്ട് ഹാപ്പൻസ് ടു ദ കറണ്ട്? ഇത് നമ്മൾ പഠിക്കണം. ഇവിടെ ആസ് വോൾട്ടേജ് ഇൻക്രീസസ്, കറണ്ട് ഇൻക്രീസസ്. ഈ എക്സ്പെരിമെൻറ്റിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആസ് ദ വോൾട്ടേജ് ഹിയർ ഈസ് ഇൻക്രീസ്ഡ്, കറണ്ട് ഇൻ ദ അമ്മീറ്റർ റീഡിങ് ഈസ് ഓൾസോ ഇൻക്രീസിങ്. അപ്പോൾ എങ്ങനെയാണത് സംഭവിക്കുന്നത്? അപ്പോൾ വിയും ഐയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വി പ്രൊപ്പോർഷണൽ ടു ഐ. ആസ് വോൾട്ടേജ് ഇൻക്രീസസ്, കറണ്ട് ഓൾസോ ഇൻക്രീസസ്. വി പ്രൊപ്പോർഷണൽ ടു ഐ. അതർവൈസ് വി ബൈ ഐ ഈസ് a constant. V by I is a constant. But this constant is called resistance. V proportional I, V by I is a constant, and this constant is called as resistance. But V proportional I, V by I is equal to resistance. ഓക്കെ, അപ്പം ഓംസ് ലോ കണ്ടുപിടിച്ച്, ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലോ. വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ദ കറണ്ട് ത്രൂ എ കണ്ടക്ടർ is directly proportional to the potential difference. When temperature remains constant, the current through a conductor is directly proportional to the potential difference between its ends. അപ്പം എളുപ്പമല്ലേ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്. ഇത്രയും പറഞ്ഞാൽ മതി, ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓംസ് ലോ എന്താണ്? വി പ്രൊപ്പോർഷണൽ ഐ ആണ്. വി കൂടുമ്പോൾ ഐ കൂടും, വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും. അതിനെങ്ങനെ സ്റ്റേറ്റ് ചെയ്യും? വെൻ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്, കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ്സ്. ഇത് കണ്ടുപിടിച്ചത് ജോർജ് സൈമൺ ഓം ആണ്. അപ്പോൾ വി ബൈ ഐ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രിക് കറണ്ട് I, which is equal to Q by T, and also we learned that when
voltage increases, current increases, and as current increases the intensity of bulb also increases. Then we learned about a circuit in which ammeter is placed series, voltmeter is placed parallel to the wire. Then we said about Ohm's law, as voltage increases current also increases, and V by I is a constant which is called as resistance. അപ്പോൾ ഒരു വയറിന് റെസിസ്റ്റൻസ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇത് എന്താണ് അതിൻ്റെ ബേസ്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആ സമയത്തുള്ള കാര്യമാണ് V പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയുന്നത്. Okay, I suppose you will learn this today itself and write all the notes which I have dictated. Okay, see you soon. Assalamu alaikum warahmatullahi wabarakatuh.